അനുഭവത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കും എന്നാണ് ഇവിടെ അപ്പസ്തോലൻ വാസ്തവത്തില് എഫേസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, വീഞ്ഞു കുടിക്കുന്ന ആളുകൾക്ക്, അതിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യർക്ക് ഒരു ജീവിതശൈലി ഉള്ളതുപോലെ തന്നെ ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ, ആത്മാവിന്റെ നിറവെന്ന് പറഞ്ഞാല് വാസ്തവത്തില് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിലേക്ക് വരിക എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അയാൾ ഇനി മുതൽ എന്ത് പറയുമെന്നാ പറയുന്നത്? ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങും, ദൈവത്തിന് ആരാധിക്കാൻ തുടങ്ങും. ഇപ്പൊ ഒരു സ്തോത്രം ഒക്കെ പറയണമെങ്കിൽ വലിയ ബലം പിടിച്ചാലോക്കെ പറ്റുള്ളൂ. ഹല്ലേലൂയ പറയണമെങ്കിൽ വളരെ പ്രയാസപ്പെട്ടാലേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുമ്പോൾ സ്തോത്രവും ഹല്ലേലൂയയും ദൈവത്തിന് ആരാധനയും നന്ദിയും മഹത്വവും എല്ലാം അങ്ങനെ യഥേഷ്ടം ഒഴുകുവാനായിട്ട് തുടങ്ങും എന്നാണ് പറയുന്നത്. മാത്രമല്ല, തങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് മാത്രമായിരിക്കില്ല അവർ സ്തോത്രം ചെയ്യുന്നത്. എഫേസ്യ ലേഖനം വായിച്ചാൽ നമുക്കറിയാം, എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും അവർ സ്തോത്രം ചെയ്യാനായിട്ട് ആരംഭിക്കും. അവരുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ വന്നാലും ശരി, അവർ ദൈവത്തെ സ്തുതിക്കും. അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നാലും ശരി, അവർ കർത്താവിനെ സ്തുതിക്കും. അവരുടെ ജീവിതത്തിലെ രോഗങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരും വന്നാലും ശരി, അവർ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക് അവർ വരും. അതാണ് വാസ്തവത്തില് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. ഈ ആത്മനിറവിനെ കുറിച്ച് കരിസ്മാറ്റിക്കാരൊക്കെ പറഞ്ഞു അതേക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്ന പോലെ ഇതെങ്ങനെ ഒഴിച്ച് നിറച്ചെടുക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ചിന്താഗതി സമൂഹത്തിൽ അങ്ങനെ ഉണ്ട്. അങ്ങനെയല്ല, ശൂന്യമായിട്ട് വന്നിട്ട് നിറവുള്ളവരായിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ വാസ്തവത്തിൽ അതല്ല അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് എന്താണ്? ഇത്രയും കാലം പ്രിയ സഹോദരൻ, നിന്നെ നിയന്ത്രിച്ചത് നീയും ലോകചിന്തകളും ലോക താല്പര്യങ്ങളുമാണെങ്കിൽ ദൈവാത്മാവിന്റെ നിറവ് അനുഭവിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനിമേൽ നിന്നെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരിക്കട്ടെ എന്നാണ് വാസ്തവത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം എന്ന് തന്നെയാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുക. അപ്പൊ ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ അങ്ങ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ സ്വന്തം വ്യക്തിത്വവും കഴിവുകളും ഒക്കെ അങ്ങ് ഇല്ലായ്മപ്പെട്ട് അയാള് അങ്ങനെ ഭൂതബാധിതനെ പോലെ ജീവിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ എന്ന് ഒരുപക്ഷെ ആളുകൾ പറയും. അങ്ങനെയാണല്ലോ ഭൂതം ബാധിച്ച ആളുകൾക്ക് എന്താ സംഭവിക്കുന്നത്? അവര് അയ്യോ ഞാൻ ഗോവിന്ദനാണ്, അല്ലെങ്കിൽ ഞാൻ മരിച്ചുപോയ രാധയാണ് ഒക്കെ പറഞ്ഞാണ് അവർ രംഗപ്രവേശനം ചെയ്യുക. എന്ന് പറഞ്ഞാൽ അവരുടെ സുബോധം പോവുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരുമ്പോ എന്താണ്? സുബോധം ഇല്ലാത്തവന് സുബോധം ഉണ്ടാകാൻ തുടങ്ങും. അതാ പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്. അങ്ങനെയല്ലേ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര പ്രാപിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സുബോധമില്ലെങ്കിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ വരുമ്പോ അയാൾ എന്തായിട്ട് തീരാൻ തുടങ്ങും? അയാൾക്ക് സുബോധത്തോടെ ജീവിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, എന്താണ് എന്റെ സാധ്യതകള്, ദൈവം എന്നെ കുറിച്ച് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നിങ്ങനെ അയാൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും. ആ മനുഷ്യന് ആരെയും സ്നേഹിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യനാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് വരുമ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങുമെന്ന് അറിയാവോ? ആളുകളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. അയാൾ വല്ലാത്ത ഭീരുവായ ഒരു മനുഷ്യനാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് വരുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ധൈര്യം അങ്ങനെ വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പല സഹോദരന്മാരും ഒക്കെ രക്ഷിക്കപ്പെട്ടിട്ട് അവരുടെ ബന്ധുക്കളൊക്കെ ആദ്യകാലത്ത് പറയാറുണ്ട്, എടാ നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഈ ധൈര്യം, നിനക്ക് എവിടുന്ന് കിട്ടിയത് ഈ ധൈര്യം എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാല് ഇന്ന് വരെ മിണ്ടാതിരുന്ന ആളുകളൊക്കെ ഇപ്പൊ പറയാണ്, പ്രവൃത്തിയാൽ രക്ഷയില്ല, മാതാവിനോട് ആരാധന കഴിച്ചിട്ട് കാര്യമില്ല, ബലികൾ അർപ്പിച്ചിട്ട് കാര്യമില്ല, ഏക മധ്യസ്ഥനേ ഉള്ളൂ എന്നൊക്കെ അവർ പറയാൻ തുടങ്ങിയപ്പോ ആളുകൾക്ക് അതിശയമായി, ഇവർക്ക് എവിടുന്ന് കിട്ടിയ ശക്തി? അത് തന്നെയാണ് ആദ്യകാലത്ത് ആളുകളും ചോദിച്ചു, ഇവർക്ക് എവിടുന്ന് കിട്ടിയ ശക്തി? പ്രിയമുള്ളവർ, അതാണ് പരിശുദ്ധാത്മാവിന്റെ നിറവും അതുപോലെ നിയന്ത്രണത്താലും നമുക്ക് ലഭിക്കുന്ന വലിയ ശക്തി എന്ന് പറയുന്നത്. പല ആളുകളും അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെന്നൊക്കെ ക്ലെയിം ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ ഉള്ള ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പോലും അവർ സമ്മതിക്കാൻ കൂട്ടാക്കാത്ത വിധത്തിൽ പ്രൗഡായിട്ട് തീരുന്ന ആളുകളെ ക്രൈസ്തവ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അവനെ പാപബോധത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. പാപത്തെ കുറിച്ചുള്ള ബോധത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നിറവിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോൾ അയാൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്, എന്റെ ദൈവമേ, ഞാൻ എത്രയോ അയോഗ്യനാണെന്ന്
ആളാണെന്നുള്ള ഹമ്പിളായിട്ട് ചിന്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഒരു മനുഷ്യൻ വരുന്നത്. എന്നിട്ട് ക്രിസ്തുവിലുള്ള ജയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആ മനുഷ്യന് ആത്മവിശ്വാസവും ബലവും ശക്തിയും ഒക്കെ തന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അല്ലാതെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഞാൻ കുറ്റമില്ലാത്ത ആളാണെന്നുള്ള ഒരു വിചാരമല്ല, മറിച്ച് ഞാൻ കുറവുകളുള്ള ആളാണെന്നുള്ള ചിന്തയിലേക്ക് വരും. എന്നിട്ട് ക്രിസ്തുവിലുള്ള ജയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തനിക്ക് ധൈര്യവും ബലവും സന്തോഷവും പ്രോത്സാഹനവും തന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. വാസ്തവത്തിൽ ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ അർത്ഥം വിശദമാക്കുന്ന വേറെയും ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടത്തും, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. എന്താ ഇവിടെ പറയുന്നത്? ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14 കൂടെ നമുക്ക് വായിക്കാം. ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുക. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് പറഞ്ഞു. റോമാലേഖനത്തിൽ പൗലോസ് പറയാണ് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നു എന്ന് പറയുന്നു. എന്താ ഇത് തമ്മിലുള്ള ബന്ധം? ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? പരിശുദ്ധാത്മാവിന് സ്വതവേ വിധേയപ്പെട്ടു കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നു. മറുവശത്ത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? അങ്ങനെ വിധേയപ്പെടുത്തി കൊടുത്ത ആളെ നയിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആരെടുക്കുന്നു? പരിശുദ്ധാത്മാവ് എടുക്കുന്നു. ഇത് തമ്മിൽ ഒരുമിച്ച് പോകും. പ്രിയമുള്ളവരെ, നമ്മള് പരിചയമില്ലാത്ത ഒരു പട്ടണത്തിൽ, ബോംബെയിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ഒരു സിറ്റിയിലോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി നമ്മളെ ഒരാൾ അവിടെ സ്വീകരിക്കാനായിട്ട് വന്നു. അദ്ദേഹം അവിടെ വന്നതിന് ശേഷം നമ്മുടെ അഭിപ്രായം അനുസരിച്ചല്ലല്ലോ പിന്നെ വീട്ടിലേക്ക് പോകുന്നത്. എങ്ങനെയാ പോകുന്നത്? അദ്ദേഹം വഴി പറഞ്ഞു തരും. കയറിക്കൊള്ളാൻ പറയും. ഇവിടുന്ന് 10 കിലോമീറ്ററോടെ പോകണം, പിന്നെ അവിടുന്ന് ഇന്ന റോഡിലേക്ക് പോയിട്ട് ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ 2-ാം നിലയിലുള്ള ഇത്രാം നമ്പർ വീടാണ് നമ്മുടെ വീട്. അദ്ദേഹത്തെ ആ മനുഷ്യൻ നിയന്ത്രിച്ച് അങ്ങ് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന് അദ്ദേഹം വിധേയപ്പെട്ടു കൊടുക്കുകയാണ്. അല്ല, നീ അല്ല തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്നതെന്ന് പറയോ? അങ്ങനെ ഒരിക്കലും പറയില്ല. സുബോധമുള്ള മനുഷ്യരാരും പറയില്ല. ഇത് തന്നെ പരിശുദ്ധാത്മ നിറവ്. രക്ഷിക്കപ്പെട്ട ആളുകള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അയാൾ ഒരു കാര്യം ചെയ്യും. എന്താണെന്നറിയാവോ? തന്നെ ആത്മാവിന് വിധേയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ വിധേയപ്പെടുത്തി കൊടുക്കുന്ന ആളുകളെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുമെന്നറിയാവോ? അവരുടെ നിയന്ത്രണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. എന്നിട്ട് അവരെ മുന്നോട്ട് അങ്ങ് നയിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക്, വചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളിലേക്ക്, അങ്ങനെ ജീവിതത്തിന്റെ രൂപാന്തരങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നയിക്കുവാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഈ വാക്യങ്ങളോട് എല്ലാം പറയാനായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യമുള്ളൂ. എന്തെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ മറ്റ് ബാഹ്യമായ എന്തെങ്കിലും ഒരു അടയാളം കൊണ്ട് നമുക്കത് പറയാൻ സാധിക്കുകയില്ല. ബാഹ്യമായ അടയാളങ്ങൾ കൊണ്ട് പറയാൻ സാധിക്കുമെങ്കിൽ താഴെ പറയുന്ന ഞാൻ ഇനി ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന സവിശേഷതകളായിരിക്കും അതിലേറ്റവും പ്രാധാന്യമുള്ള കാര്യം. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ കാണുന്ന പരിശുദ്ധാത്മ നിറവെന്ന് പറഞ്ഞ ആളുകൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊന്നും കണ്ട് നിങ്ങൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. അത് കണ്ട് കൺഫ്യൂസ്ഡും ആകേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുന്നത് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യം ആണ്. അതിന് യാതൊരു തർക്കവുമില്ല. പരിശുദ്ധാത്മ നിറവുള്ള മനുഷ്യരുടെ ജീവിതത്തിലെ ചില ലക്ഷണങ്ങൾ നമുക്ക് ഇനിയുള്ള സമയത്ത് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്, അവര് കർത്താവിന്റെ വേലയിൽ തങ്ങളുടെ കഴിവുകളും വരങ്ങളും പൂർണ്ണമായ അളവിൽ പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരും. അല്ലെങ്കിൽ കർത്താവിന്റെ വേലയിൽ തങ്ങളുടെ സാധ്യതകളൊക്കെ അതിന്റെ പരമാവധിയിൽ പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് പുറപ്പാട് പുസ്തകം 35-ാം അധ്യായത്തിന്റെ 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ മോശെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവിൻ, യഹോവ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ആത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊടുത്ത് നിറച്ചിരിക്കുന്നു. മതി. എന്താ ഇവിടെ പറയുന്നത്? ദൈവം ഒരു പ്രത്യേക കാര്യം ചെയ്യാനായിട്ട് ഒരു മനുഷ്യനെ വിളിക്കുകയാണ്. ഇസ്രയേലിന്റെ മരുഭൂ പ്രയാണകാലത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ബെസലേൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും
പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ദൈവം ഒരു പ്രത്യേകമായ വിളി ബസലേൽ എന്ന് പറയുന്ന മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ആ മനുഷ്യന്റെ മുഴുവൻ സാധ്യതകളും പ്രയോജനപ്പെടുവാൻ തക്കവിധമുള്ള ഒരു